ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയെന്ന് മനസ്സിലാകുന്നു. കാരണം ഉടൻ തന്നെ കൂടുതൽ പോലീസുകാരെ അവിടത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു കുറച്ച് പോലീസുകാർ മാത്രമാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ഈ വൈദ്യപരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ അത്രമാത്രം പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും ഈ പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ അവിടേക്ക് വരികയാണ്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ പോലീസും അല്പം പാടുപെട്ടു. ഏതായാലും ഈ ആശുപത്രി പരിസരത്ത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന നടക്കുന്ന ആശുപത്രി പരിസരത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നു എന്നതാണ് ആശങ്കാജനകമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഏതായാലും തുടക്കത്തിലെ തന്നെ, അതായത് രാവിലെ എയർ ക്യാമ്പിൽ രാഹുലിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും, എയർ ക്യാമ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും ആശുപത്രി പരിസരത്ത് കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് വിന്യസിച്ചിരുന്നു. അതിന് ഉപരിയായിട്ട് പ്രത്യേകമായി പോലീസ് ഇവിടെ ആശുപത്രിയിലെത്തി അധികൃതരുമായി, ഡോക്ടർമാരുമായി ഒക്കെ സംസാരിച്ചിരുന്നു. രാഹുലിനെ കൊണ്ടുവരുന്നുണ്ട്, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അടക്കമുള്ള CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം ബന്ധുക്കൾ എയർ ക്യാമ്പിൽ എത്തി രാഹുലിനെ കണ്ടതിന് ശേഷമാണ് രാഹുലിനെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. എയർ ക്യാമ്പിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ച ഉടൻ തന്നെ തൊട്ടടുത്ത് നിരവധിയായ പോലീസുകാർ ഇവിടെ എത്തുകയും ഈ പ്രതിഷേധത്തെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിൽ പരിശോധനകൾ നടക്കുകയാണ് ഉള്ളിൽ. ഇനി രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രതിഷേധത്തെ ഭേദിച്ചുകൊണ്ട് എങ്ങനെ രാഹുലിനെ പോലീസ് വാഹനത്തിൽ കയറ്റി മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോകും എന്ന ഒരു പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും യുവമോർച്ച പ്രവർത്തകരൊക്കെയായി പോലീസ് വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റവും തള്ളിക്കയറലുകളും ഉന്തിത്തള്ളുകളും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് കുറെ കൂടി പോലീസ് സേനകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുകയാണ്. രാഹുൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു എയർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആ ഒരു ആത്മവിശ്വാസം രാഹുലിന്റെ മുഖത്ത് കാണുവാൻ സാധിക്കില്ല. കാരണം ഇത്രയധികം പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, രാഹുലിന്റെ നാടാണ് പത്തനംതിട്ട, അങ്ങനെയുള്ള പത്തനംതിട്ടയിൽ രാഹുലിനെതിരായി തന്നെ ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ അഭിനയിച്ച് പൊലിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മവിശ്വാസത്തിന് നിൽക്കുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതുകൂടാതെ തന്നെ DYFI പ്രവർത്തകരുടെ പ്രതിഷേധം, അവർ പറയുന്നത് തങ്ങളുടെ പൊതിച്ചോറ്, സന്നദ്ധ പ്രവർത്തനമായ തങ്ങളുടെ പൊതിച്ചോറ് വിതരണത്തെ പോലും അപകീർത്തിപ്പെടുത്തുന്ന, അതിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടിയ ഒരു അവസരം തങ്ങൾ പ്രതികരിക്കുകയാണ് എന്ന ഉറച്ചൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ് DYFI പ്രവർത്തകരുടെ അടക്കം നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിലെ ശക്തി കേന്ദ്രമാണ്. ആ ഒരു പാലക്കാടിൽ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ നടക്കാനിരിക്കുമ്പോഴാണ് ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ യുവമോർച്ചയുടെ, BJPയുടെ യുവജന പ്രസ്ഥാനമായ യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയത്. ഏതായാലും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് രാഹുലിനെ അകത്തേക്ക് കൊണ്ടുപോവുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത് അല്പസമയത്തിനുള്ളിൽ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പുറത്തേക്ക് എത്തിക്കും. പക്ഷേ അപ്പോഴും പ്രതിഷേധിക്കുവാൻ ഒരുങ്ങി തന്നെ ഈ ആശുപത്രി പരിസരങ്ങളിലായിട്ട് നിരവധിയായിട്ടുള്ള യുവജന പ്രസ്ഥാനങ്ങളിലെ DYFIയുടെയും യുവമോർച്ചയുടെയും യുവജന പ്രസ്ഥാനങ്ങളിലുള്ള നിരവധിയായ പ്രവർത്തകരാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതറിഞ്ഞുകൊണ്ടുള്ള നാട്ടുകാരും ഈ ആശുപത്രിയിലെ അന്തേവാസികളും അടക്കം ഈ വൈദ്യപരിശോധന നടക്കുന്ന കെട്ടിടത്തിന് പുറത്തായിട്ട് തടിച്ചു കൂടിയിരിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തിറക്കും. അതിനുശേഷം തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റിപ്പോർട്ടിൽ എന്താണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മൂന്നാമത്തെ പെൺകുട്ടിയുടെ പരാതി വരുമ്പോൾ, യുവതിയുടെ പരാതി വരുമ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള പരാതിയാണെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മറ്റു കേസുകളിൽ ഇല്ലാത്തത് അടക്കമുള്ള പല കാരണങ്ങളും ഈ കേസിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കേസുകളെ കൂടി സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും ഈ കേസിലുണ്ട്. അതുകൊണ്ട് കുരുക്ക്, ഇത്ര നാളും അഴിച്ചുകൊണ്ടിരുന്ന കുരുക്ക് മുറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. മന്നം ജയന്തിയുടെ ഭാഗമായിട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടം ചെന്ന് പല നേതാക്കന്മാരെയും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും അവരോട് പോയി രാവിലെ തനിക്കെതിരെ സംസാരിച്ച നേതാക്കന്മാരോട് അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് വൈകുന്നേരം ആകുമ്പോൾ അവരെ കൊണ്ട് അവരുടെ അഭിപ്രായത്തിന് മറിച്ച് പറയിപ്പിക്കുക എന്ന രീതിയിലുള്ള തന്ത്രങ്ങളെല്ലാം വരികയായിരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് രാഹുൽ വീണ്ടും ചർച്ചകളിൽ നിറയുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥി തനിക്ക് കിട്ടില്ല എന്ന് പല നേതാക്കന്മാർ പറയുമ്പോഴും അത് മനസ്സിലാക്കിക്കൊണ്ട് കളം നിറയുവാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2ാം ഘട്ട അല്ലെങ്കിൽ 3ാം ഘട്ട ശ്രമത്തിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കുകയാണ്. അദ്ദേഹം ചെയ്ത കഴിഞ്ഞ 2 കേസുകളിൽ, അത് ഒരു കേസ് ഇപ്പോഴും ഹൈക്കോടതി ജാമ്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുമ്പോൾ, മറ്റൊരു കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന്
ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നിയമസാധ്യതകൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അതീവ രഹസ്യാത്മകമായിട്ടാണ് പോലീസ് ഏതായാലും പാലക്കാട് നിന്ന് ഇന്നലെ രാത്രി 12:05 രാഹുലിനെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് 5 മണിയോടുകൂടി ഇവിടെ എയർ ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഏതായാലും രാഹുൽ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് താനും ആ സ്ത്രീയും തമ്മിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമായി ഉണ്ടായ ഒരു ലൈംഗിക ബന്ധം മാത്രമാണ്, താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രാഹുൽ ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് തന്റെ അഭിഭാഷകരുമായി സംസാരിക്കണം എന്നൊരു ആവശ്യവും ആദ്യ കേസിലെ സമാനമായി ഉള്ള സംഭവങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ കേസിലും ഇപ്പോൾ ഈ മൂന്നാമത്തെ കേസിലും ഉള്ളത്. ആ അർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു സമാനത ഈ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ നമുക്ക് കാണാം. എന്തായാലും ഈ കേസുകളൊക്കെ വരുമ്പോഴും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു, നേതാക്കളുമായുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു,